അപ്പോൾ ഗൈസ് ഇന്ന് മദേഴ്സ് ഡേ ആയിരുന്നു. പക്ഷെ എനിക്ക് കാലത്ത് എഴുന്നേറ്റപ്പോൾ തുടങ്ങി തീരെ വയ്യാത്തത് കൊണ്ട് ഞാൻ തന്നെ അങ്ങ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് കരുതി. പണ്ട് തുടങ്ങി എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കുന്ന ശീലമില്ല. പറ്റുന്നതാണെങ്കിൽ ഞാൻ തന്നെ അങ്ങ് ഹോസ്പിറ്റലിൽ പോകും. ഹോസ്പിറ്റലിൽ നിന്ന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെ ഒരു ശീലമുണ്ടോ? ഞാൻ പൊതുവെ ഈ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ സമയം പോകാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ വെച്ചേക്കുന്ന കുറേ ബോർഡും നോട്ടീസൊക്കെ ഉണ്ടല്ലേ, അതിങ്ങനെ വായിച്ചിരിക്കും. എന്നിട്ട് ഓരോ സിംറ്റം കാണുമ്പോഴേക്കും ദേവി എനിക്ക് ഈ പനിയുണ്ടല്ലോ, തലവേദന ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഈ അസുഖമാണോ എന്നിങ്ങനെ വായിച്ച് ചുമ്മാ അങ്ങ് ടെൻഷൻ അടിക്കും. അങ്ങനെ ഡോക്ടറെ കണ്ട് ഞാൻ നേരെ വിട്ടു ഓറഞ്ചിക്ക്. മദേഴ്സ് ഡേ ആയതുകൊണ്ട് അമ്മയ്ക്കൊരു ഗിഫ്റ്റ് ചെറുതായിട്ട് വാങ്ങാൻ നൽകി. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ കുറേ ആലോചിച്ച് എന്ത് മേടിക്കണം. അപ്പോഴാണ് ഞാൻ എൻ്റെ അമ്മയുടെ കാലത്തെ കോലങ്ങ് ആലോചിച്ചത്. ഒരു ആപ്പിരി കുപ്പിരി മാക്സ് ഇട്ടായിരുന്നുണ്ട് ഇത്. അങ്ങനെ മാക്സിന് ഉറപ്പിച്ച് ഞാൻ നേരെ വിട്ട് വീട്ടിലെത്തിയപ്പോൾ തൻ്റെ ഒരു അർത്ഥം പാൽപ്പായസം കുടിക്കുന്ന കേസ് കണ്ടപ്പോൾ എനിക്ക് കൊതിയായി. പിന്നെ അവൻ്റെ നിന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് കൈയിട്ട് വാരി. അവനകത്തേക്ക് പോയ നേരത്തെ ആയിരുന്നു ഞാൻ അടിച്ചു മാറ്റിയത്. പക്ഷെ അശൻ കണ്ടുപിടിച്ചു. അപ്പോഴേക്കും അമ്മ പേര് വിളിച്ചിട്ടുണ്ടെന്ന് എൻ്റെ പാൽപ്പായസം കുടിച്ചു എന്ന് പറഞ്ഞ് അവളെ തല്ലുണ്ടാക്കി. അവസാനം അമ്മാമ്മയെ കൊണ്ട് ചീത്ത എന്നെ പറയിപ്പിച്ചിട്ടും അവന് ദേഷ്യം അടങ്ങിയില്ല. അവസാനം ഉണ്ണാനിതാണ്ട് ഞാൻ പാത്രം തെറിച്ച് കൊടുത്ത് കാര്യം സോൾവ് ആക്കി. അവസാനം ഞാൻ അമ്മയ്ക്ക് ഇതാണ്ട് ഗിഫ്റ്റ് എടുത്തു കൊടുത്തു. അമ്മ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ചിലരെങ്കിലും പറയണ്ടാവും ഇതൊക്കെ ഒരു പ്രഹസനല്ലേ എന്ന് പറയുന്നവരോട്, ഇപ്പം എനിക്ക് എൻ്റെ പിറന്നാളിനാണ് ഒരാൾ ഗിഫ്റ്റ് തരുന്നതും അല്ലാതെ ഒരു നോർമൽ ഡേ ഗിഫ്റ്റ് തരുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് ഇല്ലേ. എൻ്റെ പിറന്നാൾ എന്ന് പറയുമ്പോൾ എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. ആ ഡേയിൽ എനിക്ക് വേണ്ടി ഒരാൾ എഫേർട്ട് എടുത്ത് എനിക്ക് വേണ്ടി ഒരു സാധനം തരുമ്പോൾ അതെനിക്ക് ഭയങ്കര സ്പെഷ്യലായിരിക്കും അല്ലേ. അതുപോലെ തന്നെ മദേഴ്സ് ഡേക്ക് അമ്മ ഞാൻ ആലോചിച്ചു, അമ്മയ്ക്ക് വേണ്ടി ഞാൻ എഫേർട്ട് എടുത്തെന്ന് അറിയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാകുന്ന സന്തോഷമില്ലേ, അത് എനിക്ക് കുറച്ചും കൂടി എക്സ്ട്രാ സ്പെഷ്യലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയുള്ളൂ ഇന്ന് മദേഴ്സ് ഡേ ആയിട്ട് വിശേഷങ്ങൾ. ബൈ ബൈ.